കേരളം കണ്ട ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആണല്ലേ പ്രളയം എന്ന് പറയുന്നത്. ആ സമയത്ത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നൽകിയ സഹായങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ സർ? പ്രളയത്തിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിലേക്കും പോയി. പക്ഷെ നമ്മളത് ഒരിക്കലും ആ പ്രളയം വന്നപ്പോൾ നമ്മൾ ഉൾവലിഞ്ഞ് നിന്നില്ല. നമുക്കും വേണമെങ്കിൽ മാറി നിൽക്കാം. നമുക്ക് CSR ഫണ്ടില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഇതെന്ത് ചെയ്താലും അത് കമ്പനിയുടെ പോക്കറ്റിൽ നിന്ന് ചെയ്യുന്നതാണ്, അത് ചാരിറ്റിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളോട് ആരും ചോദിച്ചില്ല, ഒരാൾ പോലും ചോദിക്കാനും വന്നില്ല വീടിനെ കുറിച്ച്. കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തീരുമാനമെടുത്തു, ഒരു ഏരിയ എടുത്തെടുത്തിട്ട് അവിടെ കംപ്ലീറ്റ് വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറൂരപ്പുറത്ത് ഒരു സ്ഥലത്ത് നമ്മളൊരു 25 വീടുകളോളം പണിത് കൊടുത്തു. ബ്യൂട്ടിഫുൾ വീടുകൾ. അവിടെ പോയി ഞാനും പോയി കണ്ടു. അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അത് ചെയ്തു കൊടുത്തു. അതുകൂടാതെ ഒരു 100-ൽ പരം വീടുകൾക്ക് നമ്മൾ മെയിൻ്റനൻസ് സെൻസ് ഡാമേജ് ആയ വീടുകളൊക്കെ റിപ്പയർ, ബാക്കി സ്ട്രക്ചർ വരുത്തിങ് ഓക്കെ എന്നുള്ളതുണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പയർ ചെയ്തും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും. അതിൻ്റെ വെറുതെ ഒരു പ്ലാസ്റ്റർ ചെയ്യുന്ന ഒരു ഇതല്ല, ബാക്കിയില്ല, അതിൻ്റെതായ കുറേ ഇതുണ്ട്. അങ്ങനെ ഒരു 100-110 വീടുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. കൂടെ ഒരു 25 വീട് പുതിയതായിട്ടും പണിത് കൊടുത്തു.